പ്രൈസ് ലോർഡ്. നിങ്ങളെല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 20 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ നന്ദി പറച്ചിലിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം. ആ 7 അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മുടെ നന്ദി പറച്ചിലിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ആ തലത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ വചനം ചിന്തിക്കുമ്പോൾ വായിച്ച വചന പശ്ചാത്തലം എന്ന് പറയുന്നത് യേശു 4000 പുരുഷാരത്തിന് അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗമാണ്. അതേ നിലയിൽ തന്നെ ഇതാ യേശു ശിഷ്യന്മാരോട് പറയാണ്, 3 നാളായി അവർ ഇപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്നുള്ളതാണ്. ഈ വചന പശ്ചാത്തലത്തിനകത്ത് ദൈവം നമ്മുടെ ഇന്നലകളെ മാത്രമല്ല നമ്മുടെ നാളുകളെയും അറിയുന്നു എന്നുള്ളത് വ്യക്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർ യേശുവിനോട് പറയാണ്, ഈ കാട്ടിൽ ഇത്രയും വലിയ പുരുഷാരത്തിന് അപ്പം കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല, നമ്മുടെ കയ്യിൽ അതിനുള്ള മാർഗമില്ലെന്ന് പറയുമ്പോൾ യേശു പറയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അവർ പറയുകയാണ്, ഞങ്ങളുടെ കയ്യിൽ 7 അപ്പവും കുറെ ചെറുമീനുകളുമാണുള്ളത്. യേശു കർത്താവ് പറയുന്നത്, അതിഞ്ഞു കൊണ്ടുവരിക. എന്നിട്ട് ഇത് ആ പുരുഷാരത്തെ നിലത്തിരുത്തുവാൻ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ വചനത്തിൻ്റെ ആഴത്തിനകത്ത് നമ്മൾ തിരിച്ചറിയുന്നത് യേശു ആ 7 അപ്പവും കുറെ ചെറുമീനും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, വാഴ്ത്തി നുറുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ നാം ഇതുവരെയും ശ്രദ്ധിച്ചതും ഞാൻ ചിന്തിച്ചതുമായത് യേശു പ്രാർത്ഥിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ആ വചനത്തിൻ്റെ ആഴം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ ആൻഡ് ഗിവിങ് താങ്ക്സ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, വാഴ്ത്തി നുറുക്കി എന്ന് പറയുമ്പോൾ യേശു കർത്താവ് ആ അപ്പം എടുത്ത് ഗിവിങ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ അവൻ നന്ദി പറഞ്ഞ് നുറുക്കി എന്നുള്ളതാണ്. യേശുവിന് ഉറപ്പായിരുന്നു ഈ അപ്പം വർദ്ധിക്കുമെന്നുള്ളത്. അതൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിനായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്, നാം നന്ദി പറയുക എന്നുള്ളതാണ്. നമ്മൾ പല വിഷയത്തിനകത്തും നാം ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം അത് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നന്ദി പറയുക എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞത് പ്രാർത്ഥിക്കുകയോ ഉപവസിക്കുകയോ ആരാധിക്കുകയോ ഒന്നും ചെയ്യരുതെന്നല്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത് അതേ നിലയിൽ തന്നെ അദൃശ്യ മണ്ഡലത്തെ ചലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ നന്ദി പറച്ചിൽ. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലായാൽ നാം നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വിടുതലുകൾ സംഭവിക്കും, അതിനകത്ത് വഴികൾ തുറക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതാ യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി കാണുകയാണ്. ലാസറിന്റെ കല്ലറയിൽ യേശു വന്നിട്ട് പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഞാനിത് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാസറെ പുറത്തു വാ എന്ന് പറയുന്നു. അതിൻ്റെ ആഴം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ലാസർ ദീനമായി കിടക്കുമ്പോഴേ യേശുവിൻ്റെ അടുക്കൽ ആളെ അയക്കുകയാണ്. അപ്പോൾ യേശു പറയുന്നൊരു പദമുണ്ട്, ഈ ദീനം മരണത്തിനല്ല
ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവമഹത്വം വെളിപ്പെടുന്നത് നാം ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇതേ നിലയിൽ തന്നെ മറ്റു സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യേശു പുരുഷാരത്തിന് അപ്പം കൊടുത്തതായി കാണുന്നുണ്ട്. അതേ നിലയിൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഫിലിപ്പോസിനെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി യേശു ചോദിക്കുന്നുണ്ട്, ഈ പുരുഷാരത്തിന് അപ്പം കൊടുക്കണം. ഉടനെ ഫിലിപ്പോസ് പറയുകയാണ്, ഇത്ര വലിയ പുരുഷാരത്തിന് അപ്പം കൊടുക്കുവാൻ മാത്രം നമ്മുടെ കയ്യിൽ പണമില്ലെന്ന് ഫിലിപ്പോസ് പറയുന്നു. പക്ഷേ യേശു എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു എന്നാണ് അവിടെ കാണുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിന് വ്യക്തമായിട്ട് അറിയാം ഈ അപ്പം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി വരാൻ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ നന്ദി പറയുക എന്നുള്ളതാണ് ഇന്ന് ഈ വചന സന്ദേശത്തിൻ്റെ ആഴമെന്ന് പറയുന്നത്. നിങ്ങൾ നന്ദി പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ ഞാൻ ആഴം നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു. ഒരാഴം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു ഇതാ 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് കാണാം. അവരോട് യേശു പറയുകയാണ്, നിങ്ങൾ പോയി നിങ്ങളുടെ പുരോഹിതന്മാരെ കണ്ടു ഉറപ്പുവരുത്തുക. ആ 10 കുഷ്ഠരോഗികളും പോകുന്ന വഴിയിൽ തന്നെ സൗഖ്യമാകുകയാണ്. എന്നാൽ ഒരു ജാതിയൻ മാത്രം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ മടങ്ങി വന്നുകൊണ്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ് നന്ദി പറഞ്ഞു. അപ്പോൾ നാം പറയുന്ന ഓരോ നന്ദി പറച്ചിലും ഇതാ ദൈവമഹത്വം പോകുകയാണ്, ദൈവമഹത്വം ഉയരുകയാണ്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ യേശു ആ മനുഷ്യൻ മടങ്ങി വരുന്നത് കണ്ടിട്ട് യേശു ചോദിക്കുകയാണ്, ബാക്കി 9 പേർ എവിടെയാണ്? എന്നെ കേൾക്കുന്നവരെ, ബാക്കി 9 പേരും മടങ്ങി വരാതെ നിൽക്കുമ്പോൾ ഒരു ജാതിയൻ, ഒരു ശമരിയക്കാരൻ മാത്രം വന്ന് ആ പാദപീഠത്തിൽ വീണ് നന്ദി പറയുമ്പോൾ അവനോട് യേശു പറയുന്ന ഭാഗം നാം ശ്രദ്ധിക്കാൻ പോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ. 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട്, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ നന്ദി പറയാൻ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശു മറുപടി പറയാണ്, ഇവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വന്നവനാണ്. നിങ്ങളുടെ നന്ദി പറച്ചിലുകൾ ദൈവമഹത്വത്തെ വിളിച്ചു വരുത്തുന്നതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഉറപ്പുണ്ടെങ്കിൽ ഈ മിനിറ്റ് മുതൽ നിങ്ങൾ ചില വിഷയത്തിനകത്ത് നന്ദി പറഞ്ഞു തുടങ്ങും, അത്ഭുതങ്ങൾ സംഭവിക്കും. ആ വ്യക്തിയോട് യേശു പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്, ഇനി ഈ രോഗം നിനക്ക് വരത്തില്ല. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാം മഹത്വം കൊടുക്കുമാറ് ചില വിഷയത്തിനകത്ത് നന്ദി പറഞ്ഞാൽ ആ വിഷയത്തിനകത്ത് നീ ജയിച്ചെന്നുള്ളതാണ്. ആ വിഷയം നിന്റെ ജീവിതത്തിന് വലിയ അത്ഭുതവും അടയാളവുമായി തീരാൻ പോവുകയാണ്. ആ നിലയിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ആഴം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഉറപ്പുള്ള പ്രാർത്ഥന വിഷയം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെയാണ് നാം നന്ദി പറയേണ്ടത്. അതിൻ്റെ ആഴം ഒന്ന് തൊടാൻ പോവുകയാണ്. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഈ വാക്യത്തിനകത്ത് വലിയ ആഴമുണ്ട് പ്രിയരെ. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് നാം അറിയുന്നെങ്കിൽ നാം അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു എന്ന് അറിയുന്നുണ്ടെങ്കിൽ നാം കഴിച്ച പ്രാർത്ഥന നമുക്ക് ലഭിച്ചു എന്നും നാം അറിയും. എങ്ങനെയാ ഇതിൻ്റെ ആഴം? ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിനകത്ത് പ്രാർത്ഥനയുടെ ഒരു ആഴം വെളിപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. ഇതാ യേശു കർത്താവ് ശിഷ്യന്മാരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിക്കണം, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. നമുക്കത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ കഴിയുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു പദമുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. നിങ്ങൾ വിശ്വസിച്ച് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഒന്ന് പ്രാർത്ഥനയാലും 2 അപേക്ഷയാലും സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തെ അറിയിക്കുക അത്ര ചെയ്യേണ്ടത്. നമ്മുടെ ആവശ്യങ്ങളെ മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം പറയണം. കർത്താവെ, അങ്ങത് ചെയ്തതിന് നന്ദി. ഞാനപ്പോൾ ആത്മാവിൽ പറയാൻ 2 ടൈപ്പ് പ്രാർത്ഥനകൾ കാണാം. നമ്മൾ ദൈവസന്നിധി പറയുകയാണ്, കർത്താവെ എനിക്കത് തരണേ, എനിക്ക് ആ ജോലി തരണമേ, എനിക്ക് ആ വിടുതൽ തരണമേ. ഇങ്ങനെ തരണമേ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പൂർണ്ണത കാണുന്നില്ല. എന്നാൽ ലഭിച്ചു എന്നുള്ളത്, ശത്രു ആഗ്രഹിക്കുന്നത് നിന്നിൽ ദൈവിക വിടുതൽ നടക്കരുതെന്നുള്ളതാണ്. ശത്രു ആഗ്രഹിക്കുന്നത് നിന്നിലേക്ക് ദൈവം വെച്ചിരിക്കുന്ന നന്മകൾ വരരുതെന്നുള്ളതാണ്.
ശത്രുവിനെ ലജ്ജിപ്പിക്കുമാറ് ഇതാ നീ നന്ദി പറയാൻ തുടങ്ങിയാണ്. യേശുവെ, അങ്ങ് ആ ജോലി തന്നതിന് നന്ദി. യേശുവെ, അങ്ങ് എനിക്ക് ആ വിടുതൽ തന്നതിനായി നന്ദി. യേശുവെ, അങ്ങ് എനിക്ക് ആ സൗഖ്യം തന്നതിനായി നന്ദി. നിങ്ങൾ നോക്കേ, മാർക്കോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ ലേഖനവും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതും നിങ്ങൾ അപേക്ഷിച്ചതും നിങ്ങൾക്ക് അപേക്ഷ അവൻ കേട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ലഭിച്ചതിൻ്റെ ഉറപ്പ് നിങ്ങളുടെ വെളിയിൽ വെളിപ്പെട്ട് വരും. അതേ നിലയിൽ തന്നെ ഇതാ മാർക്കോസ് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപേക്ഷിച്ചതൊക്കെയും നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. ഞാൻ ആത്മാവിന് വിളിച്ചു പറയുന്നത്, ലഭിച്ചു എന്ന് നാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിയെന്ന് നാം ഉറപ്പുവരുത്തുന്നത് നന്ദി പറച്ചിലൂടെയാണ്. ഒരു പേന നാം ചോദിച്ചാൽ അറിയാം, പേന തരണേ, പ്ലീസ് തരണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് എൻ്റെ കയ്യിൽ വന്നിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ലഭിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്ന് പറയുന്നത് താങ്ക് യു, എനിക്ക് ആ പേന തന്നതിന് നന്ദി. ഇതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആത്മമണ്ഡലം അല്ലെങ്കിൽ അദൃശ്യ മണ്ഡലത്തെ ചലിപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നന്ദി പറച്ചിൽ. നിങ്ങൾക്ക് വേണ്ടി ഇതാ നന്മകൾ ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. കണ്ണുകൾ അടച്ച് നന്ദി പറഞ്ഞു തുടങ്ങും. വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ഈ പ്രഭാതം മുതൽ നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറക്കാൻ പോകുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നീ ദൈവത്തോട് നന്ദി ഉള്ളവനാണ്. നന്ദി പറയുകയാണ്. ദൈവം നമ്മിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നന്ദി പറച്ചിലാണ്. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നന്ദി പറയാൻ തുടങ്ങാം. കണ്ണുകളൊന്ന് അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ നന്ദി പറയുന്നു. വിടുതൽ തന്നതിന് നന്ദി കർത്താവേ, സൗഖ്യം തന്നതിന് നന്ദി കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ മാനിച്ചതിന് നന്ദി കർത്താവേ. ഓരോ ദൈവമക്കളെയും ഞങ്ങളുടെ കരത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ. ഈ പ്രഭാത സന്ദേശം അനേകരുടെ ജീവിതത്തെ തൊടുന്നതിനായി നന്ദി. അനേകരുടെ ജീവിതത്തിനകത്ത് വാതിൽ തുറന്നതിനായി നന്ദി. ഞാൻ ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിനകത്ത് അളവില്ലാത്തൊരു വിടുതൽ നടന്നു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. അതേപോലെ ഈ ലിങ്കുകൾ നിങ്ങൾക്കറിയാവുന്ന ഒരു സഹോദരിലേക്കും നിങ്ങൾ സെൻഡ് ചെയ്യുമെങ്കിൽ ഇത് വർദ്ധിക്കും. അനേകരുടെ ജീവിതത്തിനകത്ത് ഇത് അനുഗ്രഹമായി തീരും. പ്രിയരെ, കർത്താവ് നിങ്ങളെ മാനിക്കും. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ ആരാധനയോട്ട് നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.